മലപ്പുറം ജില്ലയ്ക്കെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ കോൺഗ്രസും ലീഗും അടക്കമുള്ള കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. AYF നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി എടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ പരാതി നൽകി. ഈ പ്രസ്താവന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് KT ജലീൽ MLAയും ഇന്നലെ വിമർശിച്ചിരുന്നു. വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരും. പക്ഷേ അനുമോദിലേക്ക് പോകും മുൻപ് എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. നിങ്ങൾ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? നമുക്കെന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു. ഈ വന്നവനും പോയതിനും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ഇരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും കൊടുത്താനില്ല. ഒരു കോളേജുണ്ടോ അവിടെ? ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ? എന്തുണ്ട് മലപ്പുറത്ത്? നമുക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കും, അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. വോട്ട് കുത്തി യന്ത്രങ്ങൾ ഓട്ടോ പിടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി പെങ്ങളെ അളിയ പൊന്നെ കറലെ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞെല്ലാം വരും. അതും മേടിച്ച് ഓട്ടം മേടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ആരും ആലുവ മണത്തോളം വെച്ച് കണ്ടതായി ഭാവിക്കാറില്ല, ഒന്നും തരാറില്ല, കിട്ടാറില്ല. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാടായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ ഒരു മലയാളം യൂണിവേഴ്സിറ്റിയൊക്കെയുള്ള കേരളം കണ്ട ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവിൻ്റെ മണ്ണായ മലപ്പുറത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. കണിച്ചുകുളങ്ങരയിൽ നിന്ന് വന്ന് മലപ്പുറത്ത് വന്ന് അങ്ങനെ ഒരു പരാമർശം പറയുമ്പോൾ അത് മലപ്പുറത്തുകാർക്കറിയാം. പക്ഷേ അത് സാധാരണക്കാരായ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് വർഗീയ വിദ്വേഷം തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെതിരെ എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനം. ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടെടുക്കാൻ ആരൊക്കെ ധൈര്യം കാണിക്കും എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ പരാമർശത്തിന് ശേഷം അവിടെ നടക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ ഒരു കുടത്തിൽ നിന്നൊരു ഭൂതത്തെ തുറന്നു വിട്ട പോലെയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിനെതിരെ ഇന്നലെ രാവിലെ മുതൽ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആദ്യം പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നു. തുടർന്ന് നേതാക്കൾ പരസ്യ പ്രസ്താവനയുമായിട്ട് വരുന്നു. ശേഷം പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് പല ഭാഗങ്ങളിലായിട്ടുണ്ടാകുന്നു. അങ്ങനെ വിവിധ തരങ്ങളിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയോടുള്ള എതിർപ്പ് പല മേഖലകളിലായിട്ട് ഇപ്പോൾ സജീവമായി പരസ്യമായി വന്നിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിയമപരമായിട്ട് ഇതിനെ നേരിടുവാനുള്ള നടപടികൾ യൂത്ത് ലീഗും AYFും തുടങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പരാതിയിൽ കേസെടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമേ പറയുള്ളൂ. ഇതിൽ പോലും പോലീസിൻ്റെ പക്കൽ പരാതിയുമായി 2 യുവജന പ്രസ്ഥാനങ്ങൾ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടുള്ള പ്രതികരണങ്ങൾ. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ അടക്കം എല്ലാവരും ഇതിനെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ KT ജലീൽ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന അത് മറ്റുള്ളവരിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് തോന്നിയതൊന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണെങ്കിലും അദ്ദേഹം ആ പ്രസ്താവന തിരുത്തണം. അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ, അദ്ദേഹത്തിന് നേരിട്ട് പരിചയമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപക്ഷെ അറിയാതെ പറ്റിയതാകാം, അങ്ങനെ ഒരു പറഞ്ഞു പോയതാകാം, അത് തിരുത്തണം എന്ന തരത്തിൽ ഒരു കാടടച്ച് വെടിവെക്കുന്ന പോലെ അല്ലെങ്കിൽ നിശിതമായി വിമർശിക്കുന്ന പോലെ ആയിരുന്നില്ല ജലീലിൻ്റെ ഫേസ്ബുക്ക് FBയിലെ വാക്കുകളുണ്ടായിരുന്നത്.
മറുവശത്ത് PM എ സലാം അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ല. എന്തു തന്നെയാണെങ്കിലും അത് മലപ്പുറത്തെ വേദനിപ്പിക്കുന്നതാണ്. അത് തിരുത്തണം എന്നുള്ളതാണ്. അത് വെള്ളാപ്പള്ളി നടപടി തിരുത്തണം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമൊന്നുമില്ല. അത് ഏത് വിധത്തിലാണെങ്കിലും മലപ്പുറത്തിനെ അപമാനിക്കുന്നത്, മലപ്പുറത്തുകാരെ മുഴുവൻ വേദനിപ്പിക്കുന്നതുമായ പ്രസ്താവന അദ്ദേഹം തിരുത്തിയേ തീരൂ, അത് തിരുത്തി പറഞ്ഞേ തീരൂ എന്ന കാര്യത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള നേതാക്കളും ഒരേ സ്വരത്തിലാണ് അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം കുറെ കൂടി ഔദ്യോഗികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളാരും ഇവിടെ എല്ലാവരും ഇപ്പോൾ മധുരയിലാണുള്ളത്. പക്ഷേ അവരുടെ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, നിരുത്തരവാദപരമാണ്, തിരുത്തേണ്ടതുണ്ട് എന്ന തരത്തിൽ തന്നെയാണ്. ജലീലിൻ്റെ പോസ്റ്റ് നമ്മൾ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ജലീൽ സാധാരണ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന രീതിയും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് നടത്തിയ പ്രതികരണത്തിൻ്റെ രീതിയും രണ്ടായിട്ട് തന്നെ വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. അപ്പോൾ അദ്ദേഹത്തോടൊരു അനുഭാവം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ എതിർക്കുകയാണ് ജലീലടക്കമുള്ളവർ ചെയ്യുന്നതെങ്കിൽ UDF ഭാഗത്തുനിന്ന് നിശ്ചിതമായ വിമർശനങ്ങളാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മലപ്പുറത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള സാഹചര്യങ്ങളെയാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ വിലയിരുത്തുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ലയിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് SNDP ആണെങ്കിലും ഒരുപക്ഷെ NSS-നാണെങ്കിലും ഇവിടെ വളരെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം തന്നെ മുസ്ലിം സാമുദായിക സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ആ ഒരു വിഷയമാകാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന തരത്തിലൊരു വ്യാഖ്യാനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതിനെ ഈ ഒരു പ്രസ്താവനയെ ചൊല്ലി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അദ്ദേഹം തുടർച്ചയായി പറയുന്ന മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകി ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ ഒന്ന് മയപ്പെടുത്തുക എന്ന തരത്തിലേക്കും ഒരു വിലയിരുത്തൽ ഇതിനെതിരെ ഉയരുന്നുണ്ട്. എന്നാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ളവരിൽ പ്രതികരിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോവുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ദുബായിലാണുള്ളത്. അപ്പോൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് PM എ സലാം ഇന്നലെ തന്നെ ലീഗ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. തുടർന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെയാണോ ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ BJP-യുമായി കൂടുതൽ ആഴത്തിൽ ബന്ധമുറപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു പ്രസ്താവനയാണെന്ന് വിമർശിക്കുന്നവരുണ്ട്. എന്താണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് എതിരെ മലപ്പുറം ഒന്നാകെ അണിനിരക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതി ഒരുപക്ഷെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കുറേശ്ശെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വെള്ളാപ്പള്ളി അങ്ങനെ വെറുതെ ഒരു വാക്ക് പറയുമോ എന്ന് കരുതേണ്ട. വെള്ളാപ്പള്ളിയും എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമിട്ട് കാണും. ആ ലക്ഷ്യം മനസ്സിലാക്കിയായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. UDF ശക്തമായ നിലപാടുമായി രംഗത്തെത്തുന്നുണ്ട്. LDF-ന് എന്താണ് പറയാനുള്ളത്? KT ജലീലിന്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ എന്തു പറയുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.